കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ വാർത്തയായിരുന്നു തൃശൂർ കോടാലിയിൽ ഉറക്കത്തിനിടയിൽ 8 വയസ്സുകാരനായ ആൽജോ പാമ്പുകടിയേറ്റ് മരിച്ചത്. എന്നാൽ ആ മരണം ഒരു തുടക്കം മാത്രമായിരുന്നുവെന്ന രീതിയിലാണ് പിന്നീട് ആ വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഒരു വീട് എങ്ങനെ പാമ്പുകളുടെ കൂടാരമായി മാറുന്നു എന്നതിന്റെയും നമ്മുടെ സുരക്ഷാ സങ്കല്പങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നതിന്റെയും നേർക്കാഴ്ചയാണ് കോടാലിയിലെ ഈ സംഭവം. ആൽജോയുടെ മരണത്തിന് പിന്നാലെ ആ വീടിനുള്ളിൽ നിന്നും വീണ്ടും പാമ്പുകളെ കണ്ടെത്തുന്നത് നാടിനെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു പാമ്പ് വീട്ടിൽ കയറുന്നത് അപരിചിതമായിട്ടാണെങ്കിലും ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇതുവരെ 5 പാമ്പുകളെയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് മാത്രം പിടികൂടിയത്. വീടിന്റെ ശുചിമുറിയിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതോടെ വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് വീട് അക്ഷരാർത്ഥത്തിൽ പൊളിച്ച് പരിശോധിക്കുകയാണ്. വീടിന്റെ തറയ്ക്കും ഭിത്തിക്കും ഇടയിലുള്ള വിള്ളലുകളിലൂടെ പാമ്പുകൾ അകത്ത് കയറി കൂട് കൂട്ടിയിട്ടുണ്ടോ എന്നാണ് പ്രധാന സംശയം. പാമ്പ് കയറാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നു. അതീവ വിഷമുള്ള ശംഖുവരേൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ് ഇവിടെ നിന്നും ലഭിച്ചത്. രാത്രികാലങ്ങളിൽ മാത്രം സജീവമാകുന്ന ഇവ മനുഷ്യന്റെ ശരീരത്തിലെ ചൂട് തേടി കിടക്കകളിലേക്ക് എത്തുന്ന സ്വഭാവമുള്ളവയാണ്. ആൽജോയും സഹോദരൻ അനൂഷും ഉറക്കത്തിനിടയിൽ ഇരയായതും ഈ സ്വഭാവം മൂലമാണ്. ആൽജോയെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും മരണത്തോട് മല്ലിട്ട സഹോദരൻ അനൂഷിന്റെ ആരോഗ്യനിലയിൽ വരുന്ന പുരോഗതി ആ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഇരുന്ന കുട്ടിയെ നിലവിൽ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അനൂഷ് മാതാപിതാക്കളോട് സംസാരിച്ചതായും ഡോക്ടർമാർ അറിയിച്ചു. എങ്കിലും വിഷാംശത്തിന്റെ പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായി മാറുന്നതുവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണം തുടരും. ആൽജോയുടെ മരണം പാമ്പ് കടിയേറ്റ് മൂലമാണെന്ന് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ പിൻഭാഗത്ത് കണ്ട 2 അടയാളങ്ങൾ പാമ്പ് കടിയേറ്റത്തിന്റെ കൃത്യമായ സൂചനയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൈത്തണ്ടയിലും സമാനമായ പാടുകൾ കണ്ടെത്തിയിരുന്നു. എങ്കിലും നിയമപരമായ സ്ഥിരീകരണത്തിനായി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പാമ്പിൻ വിഷം രക്തത്തിൽ കലർന്ന അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. കോടാലിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പാമ്പുകടി മരണങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ എത്തിയ ആൾ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ എടുക്കാൻ പോയപ്പോൾ പാമ്പുകടി ഏറ്റു മരിച്ചു. രാത്രി 7:30 നടന്ന ഈ സംഭവം കാണിക്കുന്നത് വെളിച്ചമില്ലാത്ത ഇടങ്ങളിൽ അപകട സാധ്യതയുണ്ടെന്നാണ്. പോത്തൻകോട് ദുർഗ എന്ന യുവതിക്കും വർക്കലയിൽ ഷംന എന്ന ആശാ വർക്കർക്കും പാമ്പുകടിയേറ്റു. ഷംനയ്ക്ക് സ്വന്തം വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ചാണ് കടിയേറ്റതെന്നത് വീടിനുള്ളിലെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ആശങ്കയുണ്ടാക്കുന്നു. കേരളത്തിൽ പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറുന്നതിന് പിന്നിൽ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. കടുത്ത വേനലിൽ അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി പാമ്പുകൾ മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് എത്തുന്നു. നനവുള്ള ശുചിമുറികളും തറയിലെ വിള്ളലുകളും ഇവയ്ക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണ്. വീടിന്റെ പരിസരങ്ങളിൽ എലികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവയെ പിടിക്കാൻ പാമ്പുകൾ സ്വാഭാവികമായും എത്തും. വീടിന് ചുറ്റും കാടും പടർപ്പും വളർന്നു നിൽക്കുന്നത് മാലിന്യങ്ങൾ കുന്നുകൂടുന്നതും പാമ്പുകളെ ആകർഷിക്കുന്നു. കോടാലിയിലെ വീട്ടിൽ കണ്ടതുപോലെ തറയിലോ കട്ടിലുകൾക്കിടയിലോ ഉള്ള ചെറിയ വിള്ളലുകൾ പോലും ശംഖുവരനെ പോലുള്ള പാമ്പുകൾക്ക് അകത്തു കയറാൻ ധാരാളമാണ്. പാമ്പ് കടിയേറ്റാനുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ വ്യക്തിപരമായ തലത്തിൽ ചില മുൻകരുതലുകളും അനിവാര്യമാണ്. വീടിന് ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. വിറകുപുരകളും പഴയ വസ്തുക്കളും കൂട്ടിയിട്ട ഇടങ്ങളും കൃത്യമായി വൃത്തിയാക്കുക. നിലത്ത് കിടന്നുറങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ച് പാമ്പ് ശല്യമുള്ള പ്രദേശങ്ങളിൽ കട്ടിൽ ഉപയോഗിക്കുകയും കൊതുകുവല ശരിയായി കെട്ടുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ സുരക്ഷ നൽകും. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. ചെരുപ്പ് ധരിക്കാൻ ശ്രദ്ധിക്കുക. പാമ്പ് കടിയേറ്റാൽ ഒട്ടും സമയം കളയാതെ ആന്റിവനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക. മന്ത്രവാദത്തിനോ പച്ചമരുന്നിനോ പിന്നാലെ പോകുന്നത് മരണം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ആൽജോയുടെ മരണം കേരളത്തിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. വന്യജീവികൾ വനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും നമ്മുടെ വീടുകൾക്കുള്ളിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും നാം തിരിച്ചറിയണം. കോടാലിയിലെ വീട്ടിൽ നിന്നും വീണ്ടും പാമ്പുകളെ കണ്ടെത്തുന്നത് ഗൗരവകരമായി തന്നെ കാണണം. ഇത്തരം സാഹചര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധനകളും സുരക്ഷാ ഓഡിറ്റിങ്ങുകളും നടത്താൻ വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഇനി ഒരു പിഞ്ചു ജീവൻ കൂടി ഇത്തരത്തിൽ നഷ്ടപ്പെടാൻ നാം അനുവദിച്ചുകൂടാ.